ഹായ്, എല്ലാവർക്കും സെല്ലയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാത്സിലെ ശരാശരി ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഓൾറെഡി നമ്മൾ ശരാശരിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ശരാശരി കാണേണ്ട ബേസിക് ഇക്വേഷൻ പഠിച്ചു. പിന്നെ ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ, ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ, ആദ്യത്തെ എണ്ണ സംഖ്യകളുടെ ഇവയുടെയൊക്കെ ശരാശരി കാണാനുള്ള ചില എളുപ്പവഴികൾ, അതേപോലെ തുടർച്ചയായ ഒറ്റ സംഖ്യകൾ, തുടർച്ചയായ ഇരട്ട സംഖ്യകൾ, തുടർച്ചയായ എണ്ണ സംഖ്യകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടി വരുന്ന സംഖ്യാശ്രേണി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഗുണിതങ്ങൾ, ഇതിൻ്റെയൊക്കെ ശരാശരി കാണാനുള്ള എളുപ്പവഴിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം മറ്റു ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ഒരുപാട് എളുപ്പവഴികളും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഈ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു, അത് ചെയ്യാനുള്ള കുറേ മെത്തേഡ്സൊക്കെ പഠിച്ചു പോയി. പക്ഷേ ചിലപ്പോൾ എക്സാമിന് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ജസ്റ്റ് തുക കണ്ടിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരാശരി എന്ന ആൻസർ കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അന്നേരം നിങ്ങൾ പഠിച്ച കുറേ മറ്റു കാര്യങ്ങളും കുറച്ച് നമ്മൾ ചിത്രം വരച്ചിട്ടൊക്കെ ശരാശരി കാണേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതൊന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇതിലേത് മെത്തേഡ് ആണ് ചൂസ് ചെയ്യേണ്ട ആൻസർ കാണാം എന്നുള്ളത് നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ആ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ മനസ്സിൽ വയ്ക്കുക. സപ്പോസ് ആ ഒരു സമയത്ത് നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട്സ്, എളുപ്പവഴികളോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചിത്രം വരച്ചിട്ട് ശരാശരി കാണുന്നത് പറഞ്ഞോ, ആ മെത്തേഡോ ഒന്നും ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ പോലും ഈ ബേസിക് ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതാണ് ബേസിക് ഇക്വേഷൻ ഒരു പ്രത്യേകത. ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു 2-3 സ്റ്റെപ്പ് അധികം ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും ഏത് ടൈപ്പ് ക്വസ്റ്റ്യനും ആൻസർ കാണാൻ ഈ ഒരു ഇക്വേഷന് പറ്റും. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും അതിന് ശരാശരി കാണാൻ ഈ ഒരു ഇക്വേഷന് പറ്റും. പിന്നെ നമ്മൾ എന്തിനാണ് ഷോർട്ട് കട്ട്സും അല്ലെങ്കിൽ വേറെ കുറേ മെത്തേഡ്സൊക്കെ പഠിക്കണത്? നമ്മൾ ഒക്കെ നല്ല തറായി ഈ ബേസിക് ഇക്വേഷനൊക്കെ തറായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ടൈം മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ പറഞ്ഞു ബേസിക് ഇക്വേഷൻ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 അധികം സ്റ്റെപ്സ് അധികം ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് സമയമില്ല അല്ലേ, കോമ്പറ്റീറ്റീവ് എക്സാമാണ്, നമുക്ക് സമയം ഉണ്ടാവില്ല. അന്നേരം നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം. അതിനാണ് നമ്മൾ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പക്ഷേ ഒരു ബാക്കപ്പ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ബേസിക് ഇക്വേഷനും കൂടെ പഠിച്ച് വയ്ക്കാം. കാരണം പല സ്റ്റുഡൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പഠിച്ചു പോയാലും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാണെന്ന് മറന്നുപോയി, ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഏത് ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മറന്നുപോയി, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ പ്രത്യേകത എന്താണ്? ഏത് ടൈപ്പ് ക്വസ്റ്റ്യനും നമുക്കിത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്ത് വരുന്ന സംഖ്യാശ്രേണിയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരാശരി കാണാൻ എന്താ ചെയ്യുക? ജസ്റ്റ് അതിൻ്റെ സെൻറ്ററിലെ സംഖ്യ എടുത്ത് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ആ ഒരു ലോജിക്കും വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് നമ്പേഴ്സ് തന്നു അതിൻ്റെ ശരാശരി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലെ സംഖ്യ തപ്പിപ്പോവരുത്. കാരണം എന്താണ്? ഇതൊരു സംഖ്യാശ്രേണിയൊന്നുമല്ല, ഇത് റാൻഡം ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സാണ്. സോ എന്ത് ചെയ്യണം? ഇതിനൊരു പ്രത്യേകതയില്ല. ഇത് ഏതൊരു നമ്പറിൻ്റെയും ഗുണിതങ്ങളല്ല, സംഖ്യാശ്രേണിയല്ല, ഒറ്റസംഖ്യകളല്ല, അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച യാതൊരു പ്രത്യേകതയും ഈ നമ്പേഴ്സിനില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ശരാശരി കാണണം. എന്താണ്? തുക ബൈ എണ്ണം. ഇതിന് തുക കാണുക 16, 4, 20, 20, 10, 30, 32, 32. തുക 32. എണ്ണമോ ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4 നമ്പേഴ്സ്. 32/4 8 നമുക്ക് ശരാശരി ആയിട്ടുള്ള ആൻസർ കിട്ടുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ചിലവർ നമ്മൾ ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുമ്പോൾ തന്നെ പിടിച്ച് നിൽക്കും. പിന്നെ ഈ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനെ കുറിച്ച് ഓർക്കുക പോലും ഇല്ല. അപ്പോൾ അങ്ങനെയല്ല, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചോദ്യമാണ് കേട്ടോ. എന്തായാലും ചോദ്യം വായിക്കാം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ആക്ച്വലി സിമ്പിളായിട്ട് ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ വരച്ചിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും.
അതിന് മുന്നേ ഞാൻ നമ്മുടെ ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇതാ ആദ്യം ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം എന്ന ഇക്വേഷൻ ഒന്ന് എഴുതുന്നുണ്ട്. ആദ്യത്തെ ഞാൻ തുക 1 എന്ന് എടുക്കുന്നുണ്ട്. തുക 1 എന്ന് വെച്ചാൽ ടീച്ചർ ഇല്ലാത്തപ്പോഴത്തെ കേസ്. ടീച്ചർ ഇല്ല, ഓക്കെ, ടീച്ചർ ഇല്ല, കുട്ടികൾ മാത്രമുള്ള ടൈമിലെ കേസ്. അപ്പോൾ എന്താ പറയണത്, ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 11 സോ 35 കുട്ടികളുടെ ടോട്ടൽ തുക നമുക്കറിയില്ല, 35 കുട്ടികളുടെയും വയസ്സിൻ്റെ തുക നമുക്ക് അറിയില്ല. സോ നമ്മൾ എന്ത് എഴുതി? തുക തന്നെ എഴുതി. ബൈ എണ്ണം എത്രയാണ്? 35 കുട്ടികളാണ് അല്ലേ, സോ 35 എഴുതി. അപ്പോൾ തുക ബൈ എണ്ണം എത്രയാണ്? ശരാശരി എത്ര തന്നിട്ടുണ്ട്? എത്രയാണ്? 11 അല്ലേ, സോ 11. അപ്പോൾ ടീച്ചർ ഇല്ലാത്തപ്പോൾ അത് കേസ് നമ്മളത് എഴുതി വെച്ചിട്ടുണ്ട്. തുക ബൈ എണ്ണം ശരാശരി ഈക്വൽ ടു 11 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ തുക നമുക്ക് കണ്ടുപിടിക്കാം. ഈ 35 കുട്ടികളുടെയും വയസ്സിന് തുക കണ്ടുപിടിക്കാം. എങ്ങനെയാ? ഈ ബൈ 35 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. സോ തുക ഈക്വൽ ടു എന്നുള്ള വാല്യൂ കിട്ടും അല്ലേ. ഈ ബൈ 35 എടുത്തിട്ട് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബൈ 35 സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 35 ആവും. ഹരിക്കണം 35 സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഗുണിക്കണം 35 ആവും. നമ്മളൊരു ചിഹ്നത്തിനെ സമത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് എടുത്ത് മറ്റു സൈഡിലേക്ക് കൊണ്ടുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ചിഹ്നമാണ് ആവുക കേട്ടോ. സോ ഇവിടെ സമത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി ഒരു 11 കിടക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഈ ബൈ 35 എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അത് എന്തായി? ഇൻറ്റു 35 ആയി. 11 ഇൻറ്റു 35 വരും. 11 ഇൻറ്റു 35 നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ 385 ഉത്തരം കിട്ടുക. ഓക്കെ, ഇപ്പോൾ ടീച്ചർ ഇല്ലാത്ത കേസാണ്. ഇനി എന്താ ഉണ്ടായേ? ടീച്ചറും കൂടെ വന്നു. അപ്പോൾ ഞാൻ അതിനെ തുക 2 എടുത്തു. ടീച്ചറും കൂടെ വന്നപ്പോൾ തുക 2 എടുത്തു. അപ്പോൾ ശരാശരി എങ്ങനെ കാണാം? തുക ബൈ എണ്ണം ഈക്വൽ ശരാശരി. അതൊക്കെ ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്? എണ്ണത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ. ആദ്യം 35 കുട്ടികളായിരുന്നു, ടീച്ചറും കൂടെ വന്നപ്പോൾ എത്രയായി? 36 ആൾക്കാരായി. സോ തുക ബൈ എണ്ണം ഈക്വൽ ടു ശരാശരി എത്ര ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണേ? 12 12 എന്ന് എഴുതി. അപ്പോൾ തുക 2 കൊണ്ട് എന്താ ചെയ്യണം? ഈ പറഞ്ഞ പോലെ തന്നെ ബൈ 36 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ബൈ 36 ഞാൻ ഇവിടുന്ന് എടുത്തു, സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി? ഇൻറ്റു 36 ആയി. 12 ഇൻറ്റു 36 ചെയ്യുമ്പോൾ 432 കിട്ടുക. ഇപ്പോൾ എനിക്ക് 2 തുക കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഒന്നാമത്തത് ടീച്ചർ ഇല്ലാത്തപ്പോൾ, ടീച്ചർ ഇല്ലാത്ത ക്ലാസ്സിലെ അല്ലെങ്കിൽ 35 കുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിലെ ഓരോ കുട്ടികളുടെയും വയസ്സുകൾ കൂട്ടിയപ്പോൾ എല്ലാവരുടെയും കൂടെ തുക കിട്ടി. ആ തുകയാണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെയോ ആ കുട്ടികളുടെ കൂടെ ടീച്ചറുടെ വയസ്സും കൂടെ ആഡ് ചെയ്തു. അതാണ് തുക 2. ഓക്കെ, ഇപ്പോൾ ഈ ഒന്നാമത്തെ 385 എന്താണ്? ടീച്ചറുടെ വയസ്സില്ല, ടീച്ചറുടെ വയസ്സ് ഒഴിവാക്കിയിട്ട് കുട്ടികളുടെ വയസ്സുകളുടെ തുകയാണ് 385. 432 എന്താണ്? ആ 385 കൂടെ ടീച്ചറുടെ വയസ്സും കൂടെ കൂട്ടിയപ്പോൾ കിട്ടിയ തുകയാണ് 432. ഓക്കെ, ഇത് നമുക്ക് ടീച്ചറുടെ വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? 432 385 കുറയ്ക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 47 ആൻസർ കിട്ടുക. ഇങ്ങനെ 432 കുറയ്ക്കണം, 385 ചെയ്യുക. ചെയ്ത് നോക്കുക, നമുക്ക് 47 ആൻസർ കിട്ടുക. സോ ടീച്ചറിൻ്റെ വയസ്സ് എത്രയാണ്? 47. ഇവിടെ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്തത്? ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്തത് ഇക്വേഷൻ സോൾവിങ് ആണ്. സമത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകാതെ എന്താണ്? അത് ഇക്വേഷൻ സോൾവിങ് ആണ്. ഓക്കെ, അപ്പോൾ ആകെ ഒരു ഇക്വേഷൻ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ എന്ത് കിട്ടി? 47 ടീച്ചറുടെ വയസ്സ് 47 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇത് വേറൊരു രീതിയിൽ എങ്ങനെയാണ് ചെയ്യാന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ 2-3 സ്റ്റെപ്പ് ചെയ്തു അല്ലേ. ഇവിടെ വേറൊരു രീതിയിൽ ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം എഴുതി വയ്ക്കാം. ആദ്യം 35 കുട്ടികളുണ്ടായിരുന്നേ. 35 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 11. ടീച്ചറും കൂടെ വന്നപ്പോൾ എത്ര ആൾക്കാരായി? 36 പേരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 12. ഇങ്ങനെ എഴുതി വയ്ക്കാം. ഈ സൈഡിൽ എണ്ണം, ഈ സൈഡിൽ ശരാശരി. ഓക്കെ, ഫസ്റ്റ് ഭാഗത്ത് റൈറ്റ് സൈഡിൽ എണ്ണം എഴുതി, ലെഫ്റ്റ് സൈഡിൽ ശരാശരി എഴുതി, ഒരു വര ഇട്ടിട്ട് അങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, ആദ്യം 35 കുട്ടികളുണ്ടായിരുന്നു, അവരുടെ വയസ്സിന് ശരാശരി 11. ടീച്ചറും കൂടെ വന്നപ്പോൾ 36 അല്ലേ. 36 ആൾക്കാരുടെ ശരാശരി 12. ഇങ്ങനെ എഴുതി വെച്ചോ. ഇനി ഈ 35 ആവാൻ എന്താ ചെയ്തേ? 1 കൂടി അല്ലേ. അപ്പോൾ ഇവിടെ +1 എന്ന് എഴുതി. എണ്ണത്തിൽ എന്താ ഉണ്ടായി? എണ്ണത്തിൽ ഒരു എണ്ണം കൂടി. സോ അവിടെ +1 എന്ന് എഴുതി. ഇവിടെ അതേപോലെ ശരാശരിയിൽ എന്താ ഉണ്ടായി? ശരാശരിയും 1 കൂടിയിട്ടുണ്ട്. സോ അവിടെ +1 എന്ന് എഴുതി.
ഓക്കെ, ആദ്യം ഞാൻ കണക്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു വരയൊക്കെ വരച്ച് ചിത്രം വരയ്ക്കുന്ന പോലെ എഴുതി വെച്ചു. എണ്ണം 35 ആൾക്കാരുടെ ശരാശരി 11, 36 ആൾക്കാരുടെ ശരാശരി 12 എന്ന് എഴുതി വെച്ചു. പിന്നെ ഞാൻ ഓരോ സ്ഥലത്തും എന്ത് മാറ്റാൻ ഉണ്ടായെന്ന് എഴുതി. എണ്ണത്തിൽ ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു, സോ +1 എഴുതി. അതേപോലെ ശരാശരിയിൽ ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു, അവിടെയും +1 എഴുതി. ചില സമയത്ത് ഒരാളും കൂടെ വരുമ്പോൾ ശരാശരി കുറയുക ചെയ്യുക, അന്നേരം -1 എഴുതണം. ചില ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ആദ്യം ടീച്ചറുടെയും കുട്ടികളുടെയും കൂടെ ശരാശരി തരും, പിന്നെ ടീച്ചർ പോയി കഴിഞ്ഞ് എന്നുള്ള പറഞ്ഞ് ശരാശരി തരും. അന്നേരം ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ -1 എഴുതാം. അതൊക്കെ ക്വസ്റ്റ്യൻ അനുസരിച്ച്. ഓക്കെ, ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ ശരാശരിയൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ + കൊടുക്കണം, കുറയുകയാണെന്നുണ്ടെങ്കിൽ - കൊടുക്കണം. അതുപോലെ എത്ര എണ്ണം വെച്ചിട്ടാണ് കൂടിയെന്ന്, ഇവിടെ 35 36 ആയി നേരം 1 കൂടിയത്, സോ +1 കൊടുത്തു. ഇങ്ങനെ എഴുതി വെച്ചോ. ഇനി ഇതാ ഈ +1 ഈ 12 വെച്ച് ഗുണിക്കുക, ഈ +1 ഈ 35 വെച്ച് ഗുണിക്കുക. ഓക്കെ, 1 × 12 12, 1 × 35 35. മനസ്സിലായോ? ഇവിടെ എത്രയാണോ കൂടി നമ്മൾ ഇവിടെ എഴുതിയില്ലേ +1, അതിനെ ഇങ്ങനെ ഈ 12 വെച്ച് ഗുണിക്കുക, ഈ +1 35 വെച്ച് ഗുണിക്കുക. സോ 12 × +1 12 തന്നെ, 35 × 1 35 തന്നെയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുക. ഓക്കെ, 12 2 5 7 3 1 4, സോ 47 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമാണ്, കുറേ സ്റ്റെപ്പൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വരച്ചിട്ട് ആ ഒരു പൊസിഷൻ നോക്കുക, ഇവിടെയുള്ള സംഖ്യേനെ ഇത് വെച്ച് ഗുണിക്കുക, ഇവിടെയുള്ള സംഖ്യേനെ ഇത് വെച്ച് ഗുണിക്കുക, രണ്ടും കൂടെ കൂട്ടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, അപ്പോൾ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി 1 കൂടും എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എഴുതി വയ്ക്കാം. ആദ്യം ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 40 കുട്ടികളുണ്ട്. 40 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 10 ആണ്. സോ ഞാൻ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനിയോ, ടീച്ചറും കൂടി വന്ന ടോട്ടൽ എത്ര ആൾക്കാരായി? 41 ആയി. പിന്നെ ശരാശരി 1 കൂടും എന്ന് പറഞ്ഞു. അപ്പോൾ 1 അല്ലാട്ടോ എഴുതുക, ഇവിടെ ശരാശരി എഴുതണ്ട. ഈ സൈഡിലെ എണ്ണവും ഈ സൈഡിൽ ശരാശരി എഴുതേണ്ടത്. ഇപ്പോൾ 1 കൂടുന്നു പറഞ്ഞാൽ 1 എഴുതരുത്, ഓൾറെഡി 10 ഉണ്ട്. 10 കൂടെ 1 കൂടും പറഞ്ഞാൽ 11. സോ 11 എഴുതി. ഇനി എന്താ ചെയ്യുക? എണ്ണത്തിൽ എത്ര മാറ്റം വന്നു നോക്കുക. എണ്ണം 40 41 പറയുമ്പോൾ ഇവിടെ +1, ശരാശരി 10 ഉള്ളത് 11 എന്ന് പറയുമ്പോൾ ഇവിടെയും +1. ഇനി നമ്മൾ ആ ഒരു പൊസിഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു 1 ഈ ഒരു 11 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ഈ ഒരു 1 ഈ ഒരു 40 വെച്ചിട്ടും മൾട്ടിപ്ലൈ ചെയ്തു. 1 × 11 11 പ്ലസ് ഈ 1 × 40 40. സോ നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടുക? 40 11 51 ഉത്തരം കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ ഒന്നാമത്തെ മീൻസ് ടീച്ചർ ഇല്ലാത്ത സമയത്ത് തുക കാണുക, ടീച്ചറും കൂടെ വന്നിട്ടുള്ള തുക കാണുക, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 51 ആൻസർ കിട്ടുക. ഓക്കെ, സിമ്പിൾ അല്ലേ? ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല, നിങ്ങൾക്ക് മനസ്സിലായാലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ വീഡിയോ ബാക്ക് എടുത്തിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു ക്ലാസ്സിലെ 9 പേരുടെ ശരാശരി പൊക്കം 160 സെൻറ്റിമീറ്റർ ആണ്. പുതുതായി ഒരാളും കൂടെ ക്ലാസ്സിൽ ചേർന്നപ്പോൾ ശരാശരിയിൽ 5 സെൻറ്റിമീറ്ററിൻ്റെ കുറവുണ്ടായി എങ്കിൽ പുതുതായി വന്ന ആളുടെ ഉയരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് വരച്ച് വയ്ക്കാം അല്ലേ. ഒരു ക്ലാസ്സിലെ 9 പേരുടെ ശരാശരി പൊക്കം എത്രയാണ്? 160 ആണ്. പിന്നെ പുതുതായിട്ട് ഒരാളും കൂടെ വന്നു, അപ്പോൾ 9 ആളുള്ളത് എത്രയായി? 10 ആളായി. ഇവിടെ എണ്ണാട്ടോ എഴുതേണ്ടത്, 10 ആളായി. പുതുതായിട്ട് ഒരാൾ കൂടെ വന്നപ്പോൾ എന്താണ്ടായി? ശരാശരിയിൽ 5 കുറവുണ്ടായി. 5 കുറവുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ എഴുതുക? 5 അല്ല എഴുതുക, ഇവിടെ ഈ ഭാഗത്ത് ശരാശരി എഴുതുക അല്ലേ. ഓൾറെഡി 160 ഉണ്ട്, അതിന് 5 കുറഞ്ഞു പറഞ്ഞാൽ 155 എഴുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വന്ന ആളുടെ പൊക്കം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ 9 10 ആവാൻ 1 കൂടി അല്ലേ. ഈ 160 155 ആവാൻ എന്താണ്ടായേ? 5 കുറയുക ചെയ്തത്. സോ അവിടെ എന്ത് എഴുതണം? -5 എന്ന് എഴുതണം. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു പൊസിഷനിലുള്ള കാര്യങ്ങൾ തമ്മിൽ ഗുണിക്കുക. ഈ 1 155 ഗുണിക്കുക. അതേപോലെ ഈ -5 കാണുന്നില്ലേ? ഈ -5 ഈ 9 ഗുണിക്കുക.
1 × 155 എത്രയാണ്? 155 പിന്നെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇടാം. പ്ലസ് -5 × 9 എത്രയാണ്? -5 × 9 -45 ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, 155 പ്ലസ് -45 എന്ന് എഴുതാം, അല്ലെങ്കിൽ 155 -45 എഴുതാം. രണ്ടായാലും സെയിം ആണ് കേട്ടോ. രണ്ടായാലും നമ്മൾ 155 45 കുറയ്ക്കുക വേണ്ടേ. ഇവിടെ എങ്ങനെ മൈനസ് ആയെന്ന് മനസ്സിലായോ? 160 155 ആയി പറഞ്ഞാൽ അവിടെ 5 കുറയുക ചെയ്തേ. സോ നമ്മളവിടെ -5 എന്ന് എഴുതി. സോ -5 × 9 -45 -5 × 9 -45. സോ 155 -45 ചെയ്യുക. 155 -45 ചെയ്യുമ്പോൾ നമുക്ക് 110 ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കാരണം റെക്കോർഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോർഷൻ ഒന്നും കൂടി എടുത്ത് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്? 10 സംഖ്യകളുടെ ശരാശരി 40 പുതുതായി ഒരു സംഖ്യ കൂടി ചേർന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മൊത്തം 11 സംഖ്യയായി അല്ലേ? ചേർന്നപ്പോൾ ശരാശരി 2 കുറഞ്ഞു. അപ്പോൾ എത്രയായി? അത് 40 2 കുറഞ്ഞു പറഞ്ഞാൽ 38 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ചേർന്ന സംഖ്യ എത്രയാണ് കണ്ടുപിടിക്കണം. ഇവിടെ 10 11 ആയെന്ന് പറയുമ്പോൾ അവിടെ +1 വന്നു. 40 38 എന്ന് പറയുമ്പോൾ അവിടെ -2 വന്നു. ഇനി ഈ 1 38 കൂടെ ഗുണിക്കുക. 1 38 38. ഇവിടെ -2 × 10 -20 എന്ന് കിട്ടും. സോ 38 -20 18 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് വരാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് ആ രീതിയിലും ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ സിമ്പിളാണ്, സെയിം സ്റ്റെപ്പ് തന്നെ, ജസ്റ്റ് നമ്പേഴ്സ് മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷേ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ഇത് എന്ത് ടൈപ്പാണെന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവർക്കൊരു ശരാശരി ഉണ്ട്. പിന്നെ അവരെ കൂടെ ആരെങ്കിലും വരിക അല്ലെങ്കിൽ പോവുകയൊക്കെ ചെയ്യും. ഒരാൾ കൂടും അല്ലെങ്കിൽ ഒരാൾ കുറയും. അങ്ങനെ കുറയുമ്പോൾ പുതിയൊരു ശരാശരി കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ കൂടുമ്പോൾ പുതിയൊരു ശരാശരി കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ പോയ ആളുടെ അല്ലെങ്കിൽ എക്സ്ട്രാ വന്ന ആളുടെ ഭാരോ തൂക്കോ അല്ലെങ്കിൽ മീൻസ് മാർക്കോ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ആദ്യം കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കൊരു ശരാശരി ഉണ്ട്. അവരെ കൂടെ എക്സ്ട്രാ ഒരാളും കൂടെ വന്നു, അപ്പോൾ ശരാശരി പുതിയൊരു ശരാശരി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ എക്സ്ട്രാ വന്ന ആളുടെ വയസ്സോ അല്ലെങ്കിൽ ഭാരോ എന്താണോ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ അത് കണ്ടുപിടിക്കുക. അതാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വരഞ്ഞിട്ട് ആ ഒരു പൊസിഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ ആൻസർ കണ്ടുപിടിക്കുന്നത്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, മാറിപ്പോകരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഞാൻ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ശരാശരി മാർക്ക് 88. 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി, മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി മാർക്ക് 2 കുറഞ്ഞു. പുതിയ കുട്ടിയുടെ മാർക്ക് എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല ഇത്, വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ പുതിയതായിട്ട് ഒരാൾ വന്നു അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരാൾ അവിടുന്ന് ഒരാൾ പോയി എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഓൾറെഡി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അതിലോട്ട് എക്സ്ട്രാ ഒരാൾ വന്നു അല്ലെങ്കിൽ അതിൽ ഒരാൾ പോയി, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഒരാൾ പോയി പകരം ഒരാൾ വന്നു, ഒരാൾ പോയി പകരം ഒരാൾ വന്നു, എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അതാണ് സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം, അങ്ങനെ വരച്ച് ചെയ്യാം. ഒരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടെ വരുന്നുണ്ടെന്ന് മാത്രം. നമുക്ക് വരച്ച് നോക്കാം. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ശരാശരി മാർക്ക് എത്രയാണ്? 88. ഓക്കെ, 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി, മറ്റൊരു കുട്ടി വന്നു, അപ്പോഴും ടോട്ടൽ എണ്ണം എത്ര തന്നെയാണ്? 5 തന്നെയാണ്. വന്നപ്പോൾ ശരാശരി മാർക്ക് 2 കുറഞ്ഞു, അപ്പോൾ എത്രയായി? 86. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൈഡിലെ എണ്ണം ഈ ഒരു സൈഡ് ശരാശരി വെച്ചിട്ട് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? ഇവിടെ എന്താണോ വ്യത്യാസം അത് എഴുതി വയ്ക്കുക. 5 5 എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു വ്യത്യാസമില്ല അല്ലേ? സോ 0.
സപ്പോസ് ഒരാൾ കൂടി 5 ഒരാൾ എക്സ്ട്രാ വന്നെന്നുണ്ടെങ്കിൽ 5 6 ആവും. അപ്പോൾ ഞാൻ അവിടെ +1 എഴുതിയായിരുന്നു. ചിലപ്പോൾ അതിൽ ഒരാൾ പോയി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 4 ആവും. 5 ആൾക്കാർ ഒരാൾ പോയി 4 ആൾക്കാരാവും അല്ലേ. സോ 5 4 ആകുമ്പോൾ ഇവിടെ എനിക്ക് -1 എഴുതായിരുന്നു. പക്ഷേ ഇവിടെ ഒരാൾ പോയി വേറെ ഒരാൾ വന്നു. എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല. സോ അവിടെ 0 എന്ന് എഴുതി. ശരാശരിയിൽ വ്യത്യാസമുണ്ട്. 88 എന്തായി 86 സോ -2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. ഇവിടെ 0 × 86 ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ അടുത്ത സ്റ്റെപ്പ് -2 × 5 ചെയ്യാം. -2 × 5 -10 ചെയ്യാം. -10 ചെയ്യാം. ഓക്കെ. സോ നമ്മുടെ ആൻസർ -10 അല്ല, നമുക്ക് -10 കിട്ടി. ഇനി നോക്കിക്കേ, ഇത്തരം ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു ഡാറ്റ കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരിക്കും. എന്താണത്? ആ എക്സ്ചേഞ്ച്, ഒരാൾ പോയി മറ്റൊരാൾ വന്നില്ലേ, അപ്പോൾ ഒന്നെങ്കിൽ ആ പോയ ആളുടെ അല്ലെങ്കിൽ വന്ന ആളുടെയൊക്കെ മാർക്കോ ഭാരോ എന്താണെന്ന് വെച്ചാൽ അത് തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ എത്രയാണത്? 100. പോയ ആളുടെ മാർക്ക് എത്രയാണ്? 100 അല്ലേ. സോ നമുക്ക് ആ ചിത്രം വരച്ച് കിട്ടിയ ആൻസറിൻ്റെ കൂടെ നമ്മൾ ആ 100 കൂടെ കൂട്ടുക. സോ നമ്മൾ ഫൈനൽ ആൻസർ കിട്ടും. ചിത്രം വരച്ച് കിട്ടിയ ആൻസർ എന്തായിരുന്നു? -10 ആയിരുന്നു. സോ 100 + -10 അല്ലെങ്കിൽ 100 - 10 ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 90 കിട്ടുക. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരാൾ പോയി ഒരാൾ വരും. അതായത് എണ്ണത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചിത്രമൊക്കെ വരച്ച് ആ ഗുണിച്ച് ആൻസർ കാണുക. ആ കിട്ടിയ ആൻസറിന് ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഡാറ്റ തരും. പോയ ആളുടെ തൂക്കം ഒക്കെ തരും, അല്ലെങ്കിൽ പോയ ആളുടെ മാർക്ക് എന്താണോ ക്വസ്റ്റ്യൻ വെച്ചാൽ അതുപോലെ തരും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചിത്രം വരച്ച് കിട്ടിയ ആൻസർ കൂട്ടാം. കൂട്ടി കിട്ടുന്നത് എന്താണോ അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 30 ആളുകളുടെ ശരാശരി വയസ്സ് 35 അതിൽ 20 ആളുകളുടെ ശരാശരി വയസ്സ് 20 ബാക്കിയുള്ളവരുടെ ശരാശരി വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നേരത്തെ ചെയ്ത ആ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. തന്ന ഡാറ്റാസ് ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ട്. 30 ആളുകളുടെ ശരാശരി വയസ്സ് ഇവിടെ ഞാൻ എണ്ണം എഴുതുന്നുണ്ട്. എണ്ണം ഇവിടെ ശരാശരി കേട്ടോ. 30 ആളുകളുടെ ശരാശരി വയസ്സ് 30 ആളുകളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 35 അതിൽ 20 ആളുകളുടെ ശരാശരി വയസ്സ് 20. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതെന്ന് പറയും ബാക്കി 10 ആൾക്കാരുണ്ടാവും അല്ലേ. 10 ആൾക്കാരുടെ ശരാശരി വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കാം. ആദ്യത്തെ കേസിൽ എണ്ണം 30 ശരാശരി 35. നമ്മൾ ശരാശരി എങ്ങനെയാണ് കാണുക? ടോട്ടൽ തുക ബൈ എണ്ണം കാണും അല്ലേ. തുക ബൈ എണ്ണം സമം ശരാശരി എന്ന് കിട്ടും. സോ തുക കാണാൻ എന്താ ചെയ്യുക? ഈ തുക കാണണമെങ്കിലോ ഈ ബൈ എണ്ണത്തിൻ്റെ സമത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെയല്ലേ. തുക ബൈ എണ്ണം = ശരാശരിയാണ്. സോ തുക കാണാൻ എന്ത് ചെയ്യണം? തുക കാണുന്നുണ്ടെങ്കിൽ തുക = എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ തുകയുടെ കൂടെയുള്ള ഈ ബൈ എണ്ണമില്ലേ, ഹരിക്കണം എണ്ണം, അതിനെടുത്തിട്ട് സമത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. ഓക്കെ. ഈ ഹരിക്കണം എണ്ണം എന്നുള്ളത് ഇവിടുന്ന് എടുക്കുമ്പോൾ എന്താവും? ഗുണിക്കണം എണ്ണം എന്നാവും. സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി ഒരു ശരാശരി കിടക്കുന്നുണ്ട്. സോ തുക = ശരാശരി × എണ്ണം എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ തുക കാണാൻ എന്താ ചെയ്യുക? ശരാശരി × എണ്ണം ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കേസിൽ 30 ആൾക്കാരുണ്ട്. അവരുടെ വയസ്സിൻ്റെ ശരാശരി 35. സോ അവരുടെ വയസ്സിൻ്റെ തുക എത്രയായിരിക്കും? ശരാശരി × എണ്ണം. 35 × 30 ചെയ്യുമ്പോൾ 1050 കിട്ടും. ഓക്കെ. ഞാൻ ഓരോ കേസിൽ അവരുടെ വയസ്സുകളുടെ തുക കാണാണ് കേട്ടോ. തുക കാണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെ എണ്ണം 30 ആയിരുന്നു, ശരാശരി 35 ആയിരുന്നു. സോ വയസ്സുകളുടെ തുക എത്രയാണ് കിട്ടിയത്? 1050 കിട്ടിയത്. രണ്ടാമത്തെ കേസിൽ എണ്ണം 20, ശരാശരി 20. സോ തുക എങ്ങനെ കാണാം? 20 × 20 400 കിട്ടി. ഓക്കെ. ആദ്യം 30 ആൾക്കാർ, ടോട്ടൽ 30 ആൾക്കാരുണ്ട്. ഈ 30 ആൾക്കാരുടെ വയസ്സുകളുടെ തുക 1050. അതിൽ 20 ആൾക്കാരുടെ വയസ്സുകളുടെ തുക 400. അപ്പോൾ ബാക്കിയുള്ള 10 ആൾക്കാരുടെ വയസ്സുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കുക? മൈനസ് ചെയ്താൽ മതി അല്ലേ. 1050 400 മൈനസ് ചെയ്യുക. അപ്പോൾ 650 കിട്ടും. ആ ലോജിക്ക് കിട്ടിയില്ലേ? ടോട്ടൽ എത്ര? ടോട്ടൽ അതായത് 30 ആൾക്കാരെന്ന് പറയുമ്പോൾ 1050 ഉണ്ട്. അതിൽ 20 ആൾക്കാരുടെ എത്രയാണ്? 400.
ടോട്ടൽ 1050 ഉണ്ട്. അതിൽ 20 ആൾക്കാരുടെ വയസ്സുകളുടെ തുക 400 അപ്പോൾ ബാക്കിയുള്ള 10 ആൾക്കാരുടെ വയസ്സിൻ്റെ തുക എങ്ങനെ കണ്ടുപിടിക്കുക? 1050 400 കുറച്ചാൽ മതി. അപ്പോൾ 650 കിട്ടി. ബാക്കിയുള്ള 10 ആൾക്കാരുടെ വയസ്സുകളുടെ തുക എത്ര കിട്ടി? 650 കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആ 10 ആൾക്കാരുടെ ശരാശരി കാണാനല്ലേ ക്വസ്റ്റ്യൻ എന്താണ്? ബാക്കിയുള്ളവരുടെ ശരാശരി കാണുക. ബാക്കി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് 10 ആൾക്കാർ. 10 ആൾക്കാരുടെ ശരാശരി കാണുക. ശരാശരി എങ്ങനെ കാണുക? തുക ബൈ എണ്ണം. നമുക്ക് തുക ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. തുക 650 650 ബൈ 10 ചെയ്യുക. ഈ 0 വെട്ടിക്കളഞ്ഞാൽ 65/1 വരും. 65/1 എന്ന് പറഞ്ഞാൽ 65. ബാക്കിയുള്ള ആൾക്കാരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 65. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ശരാശരി കാണുന്നതിന് തുക ബൈ എണ്ണം വേണം. ബാക്കിയുള്ള ആൾക്കാർ 10. ഈ 10 ആൾക്കാരുടെ തുക നമുക്ക് വേണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ആൾക്കാരുടെ തുക അറിയാം, 20 ആൾക്കാരുടെ തുക അറിയാം. സോ ബാക്കിയുള്ള 10 കാണണമെങ്കിൽ എന്തുണ്ടെങ്കിൽ ടോട്ടലിൽ 20 ആൾക്കാരുടെ തുക കുറയ്ക്കാം. സോ നമുക്ക് 650 കിട്ടും. അതിന് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ചെറുതായിട്ട് ആ ശരാശരിയുടെ ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരാശരിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം എന്നായിരുന്നു. അവിടുന്ന് തുക കാണാൻ എന്താ ചെയ്യുക? തുക ഈക്വൽ ടു ശരാശരി ഇൻറ്റു എണ്ണാണ്. ഓക്കെ. ഇനി എണ്ണാണെന്ന് കാണുന്നുണ്ടെങ്കിലോ എണ്ണം ഈക്വൽ ടു തുക ബൈ ശരാശരിയാണ്. എണ്ണം കാണാൻ പറഞ്ഞാൽ തുക ബൈ ശരാശരിയാണ്. വേണമെന്ന് എഴുതി വെച്ചോളൂ. എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും. ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. അവിടെ തന്നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ തെറ്റിക്കാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കിട്ടും. അഥവാ ആ ഇക്വേഷൻ സോൾവിങ്ങിൽ നമ്മൾ ഓരോന്നിൻ്റെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോടുത്ത് ഡൗട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. വേണമെങ്കിൽ യൂസ് ആവും. ഓക്കെ. ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണാണ്. തുക ഈക്വൽ ടു ശരാശരി ഇൻറ്റു എണ്ണാണ്. എണ്ണം കാണാൻ എന്താ ചെയ്യുക? തുക ബൈ ശരാശരിയാണ്. 3 ഇക്വേഷൻസ്. ഓക്കെ. ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ആൻസർ കണ്ടുപിടിച്ചത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറയണ്ടല്ലോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തൊക്കെ ഷോർട്ട് കട്ട്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5, 10, 15, 20 എക്സ് എന്നീ അളവുകളുടെ ശരാശരി 18 ആയാൽ എക്സിൻ്റെ വില കാണണം. ഓക്കെ. നമുക്ക് ആദ്യം ഇത്രയും സംഖ്യകളുണ്ട്. 5, 10, 15, 20 എക്സ്. അതിൻ്റെ ശരാശരി 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരാശരി എനിക്ക് അറിയില്ല. ഞാൻ എങ്ങനെ ശരാശരി കാണും? ഈ സംഖ്യകളുടെ ശരാശരി ഞാൻ എങ്ങനെ കാണും? നമുക്കറിയാം 18 നമുക്കറിയാം. പക്ഷേ നമ്മൾ എങ്ങനെയാണ് എൻ്റെ ശരാശരി കാണുക? എല്ലാം കൂടെ കൂട്ടിയിട്ട് തുക കാണും. അതിന് എണ്ണം കൊണ്ട് ഹരിക്കും അല്ലേ? സോ നമുക്ക് കൂട്ടാം. 5, 10, 15, 15, 15, 30, 30, 20, 50, പിന്നെ ഒരു എക്സും ഉണ്ട്. ഈ നമ്പേഴ്സ് കൂട്ടുകയാണ് കേട്ടോ. ഈ എല്ലാ നമ്പേഴ്സും കൂടെ കൂട്ടുകയാണ്. 5, 10, 15, പിന്നെ 15, 15, 30, 30, 20, 50, പിന്നെ ഒരു എക്സും ഉണ്ട്. സോ ഞാൻ അവിടെ അതിന് തുക എനിക്ക് എന്ത് കിട്ടി? 50 + എക്സ് എന്ന് കിട്ടി. എക്സിന് എനിക്ക് 50ൻ്റെ കൂടെ കൂട്ടാൻ കഴിയില്ല. അപ്പോൾ 50 + 10 ആണെങ്കിൽ എനിക്ക് 60 എഴുതായിരുന്നു. പക്ഷേ എക്സിന് എനിക്ക് 50ൻ്റെ കൂടെ കൂട്ടാൻ അറിയില്ല. സോ ഞാൻ 50 + എക്സ് എന്ന് എഴുതി വെച്ചു. അതെന്താണ്? തുകയാണ്. ശരാശരി എങ്ങനെ കാണുക? തുക ബൈ എണ്ണം. ഇതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എണ്ണം എത്രയാ? 5, 10, 15, 20 എക്സ് അല്ലേ? എണ്ണം 5 ശരിക്കും ഈ ഒരു രീതിയിൽ ചെയ്യണ്ട. പക്ഷേ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ഞാൻ എളുപ്പ വഴിയും കൂടെ പറയാം കേട്ടോ. അപ്പോൾ 50 + എക്സ് ബൈ 5 സമം നമുക്കറിയാം ശരാശരി എത്ര ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 18 ഈക്വൽ ടു 18. എനിക്ക് എക്സ് അല്ലേ കാണേണ്ടത്? എക്സിൻ്റെ വാല്യൂ അല്ലേ കാണേണ്ടത്? സോ ഫൈനൽ എനിക്ക് എന്ത് വേണം? എക്സ് ഈക്വൽ ടു എന്നുള്ളൊരു വാല്യൂ വേണം അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? സമത്തിൻ്റെ ഈ സൈഡിൽ എക്സിൻ്റെ കൂടെയുള്ള എല്ലാവരെയും സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. എക്സിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. സോ ഫൈനലി എനിക്ക് എക്സ് ഈക്വൽ ടു എന്നൊരു വാല്യൂ കിട്ടും. അതാണ് എനിക്ക് വേണ്ടത്. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ഈ ബൈ 5 50 + എക്സ് ബൈ 5, ഈ ബൈ 5നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി ആരുണ്ട്? സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി 18 ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട്. 50 + എക്സ് ബൈ 5 സമം 18. ഓക്കെ. ഞാൻ ഈ ബൈ 5നെ എടുത്തിട്ട് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി 18 ഉണ്ട്. ബൈ 5 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 5 ആവും. സോ എന്തായി? 50 + എക്സ് ഈക്വൽ ടു 18 ഇൻറ്റു 5. 18 ഇൻറ്റു 5 എത്രയാണ്? 90. 18 ഇൻറ്റു 5 90.
ഓക്കെ, എനിക്ക് ലാസ്റ്റ് എന്ത് വേണം? എക്സ് ഈക്വൽ ടു എന്നുള്ളൊരു സ്റ്റെപ്പിക്ക് എത്തണം അല്ലേ? എക്സിൻ്റെ കൂടെ എല്ലാവരെയും എടുത്തു മാറ്റണം. ഇവിടെ എക്സിൻ്റെ കൂടെ ആരുണ്ട്? ഒരു +50. 50ൻ്റെ മുന്നേ ഒരു ചിഹ്നം ഇല്ല പറഞ്ഞാൽ അവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ. എക്സിൻ്റെ കൂടെ ആരാളുള്ളത്? ഒരു +50 ഉണ്ട്. ഈ +50നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. സോ എക്സിന് അങ്ങനെ തന്നെ ഇട്ടു. സമത്തിൻ്റെ അപ്പുറത്തൊരു 90 ഉണ്ട്. +50 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -50 ആവും. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 90 കുറയ്ക്കണം 50, 40 എന്ന് ആൻസർ കിട്ടും. എക്സ് ഈക്വൽ ടു 40. ഓക്കെ, കിട്ടിയില്ലേ? ഇതിൽ നമ്മളെന്താ ചെയ്ത്? ആദ്യം നമുക്ക് ശരാശരി എന്താണെന്ന് അറിയാം. എങ്കിൽ ശരാശരി കണ്ട് ഇക്വേഷൻ ഒന്ന് എഴുതി. ഇക്വേഷൻ പറയുമ്പോൾ തുക ബൈ എണ്ണം ചെയ്യുക അല്ലേ? അപ്പോൾ എല്ലാവരുടെയും കൂടെ തുക കണ്ടു. 5ഉം 10ഉം 15ഉം 20ഉം എക്സും കൂടെ കൂട്ടി. ലാസ്റ്റ് ഈ 5ഉം 10ഉം 15ഉം 20ഉം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 50 കിട്ടി. 50 + x എനിക്ക് ചെയ്യാറില്ല. സോ 50 + x അങ്ങനെ എഴുതി. അതാണ് തുക. തുക ബൈ എണ്ണം. ടോട്ടൽ 5 ആൾക്കാരുണ്ട്, 5 നമ്പേഴ്സ് ഉണ്ട്. എക്സ് അടക്കം 5 നമ്പേഴ്സ് ഉണ്ട്. സോ 50 + x ബൈ 5 എന്ന് എഴുതി. ഓക്കെ, ഈക്വേഷൻ സോൾവിങ് പലർക്കും ഒരു ഡൗട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒന്നും കൂടെ എഴുതി കാണിക്കാം. ശരാശരി കാണാൻ എന്താ ചെയ്യുക? ഇതെല്ലാം കൂടെ കൂട്ടണം അല്ലേ? 5ഉം 10ഉം 15ഉം 20ഉം എക്സും കൂടെ കൂട്ടണം. 5ഉം 10ഉം 15ഉം 20ഉം 50 ആണ്. സോ 50 + x ആണ്. 50 + x-ൻ്റെ ഒരു വാല്യൂ ആയിട്ട് എഴുതാൻ എനിക്ക് അറിയില്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ 50 + x അങ്ങനെ തന്നെ എഴുതി. തുക ബൈ എണ്ണം. എത്രയാണ്? ടോട്ടൽ 5 നമ്പേഴ്സ് ഉണ്ട്. എക്സ് അടക്കം 5 നമ്പേഴ്സ് ഉണ്ട്. സോ തുക ബൈ എണ്ണം ഈക്വൽ ടു ശരാശരി. ശരാശരി എത്ര ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്? 18 തന്നിട്ടുണ്ട്. എനിക്ക് എക്സിൻ്റെ വാല്യൂ വേണ്ടത്. അപ്പോൾ എക്സിൻ്റെ കൂടെയുള്ള ഓരോരുത്തരായിട്ട് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ആദ്യം 50 + അങ്ങനെ തന്നെ എഴുതി. ഈ ബൈ 5ന് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? × 5 ആവും. സമത്തിൻ്റെ അപ്പുറത്ത്, സമത്തിൻ്റെ മറ്റേ സൈഡിൽ, സമത്തിൻ്റെ റൈറ്റ് സൈഡിൽ ഓൾറെഡി ഒരു 18 ഉണ്ട്. ഈ ബൈ 5 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? × 5 ആവും. സോ 50 + x 18 × 5 90 വരും. എനിക്ക് എക്സ് അല്ല വേണ്ടത്. അപ്പോൾ എക്സിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ഈ ഒരു 50നെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഓൾറെഡി ഒരു 90 ഉണ്ട്. ഈ 50 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ -50 ആവും. ചിലപ്പോൾ ഇവിടെ ഡൗട്ട് വരാം, ഇവിടെ ഒരു ചിഹ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഡൗട്ട് വരാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഈ 50 + x പകരം x + 50 എഴുതിയിട്ടുണ്ടെങ്കിലോ? കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ +50നെ സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതെന്തായി? -50 ആയി. ഓക്കെ, x + 50ഉം 50 + x സെയിം ആണ്. 3 + 4ഉം 4 എത്രയാ? 3 + 4 എത്ര? 7 അല്ലേ? 4 + 3 എത്രയാ? 7 അല്ലേ? സോ 50 + x x + 50 സെയിം തന്നെയാണ്. തിരിച്ചെഴുതിയെന്ന് മാത്രം. എനിവേ ഈ ഒരു +50 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ -50 ആയി. എക്സ് ഈക്വൽ ടു 90 - 50 40 എന്ന ആൻസർ കിട്ടും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? 40 ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത്തരം ക്വസ്റ്റ്യൻസ് ഞാൻ ഒരുപാട് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് പ്രീവിയസ് ഇയറിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെന്നിൻ്റെ പേപ്പറിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ കളപ്പിക്കാം. ഒരു സ്റ്റെപ്പും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ വായിക്കാം. 10 പേരുടെ ശരാശരി വയസ്സ് 30 ആണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ശരാശരി വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ 24 ആണ്. ഓക്കെ, ആൻസർ 24 ആണ്. എങ്ങനെയാണ് കിട്ടി? 10 പേരുടെ ഇപ്പോഴത്തെ ശരാശരി വയസ്സ് 30 ആണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ശരാശരി കാണുക? ഈ 10 ആൾക്കാരെ വയസ്സും കൂടെ കൂടിയിട്ട് എണ്ണം കൂടെ ഡിവൈഡ് ചെയ്യും അല്ലേ? 6 വർഷം മുമ്പെന്ന് പറയുമ്പോഴോ ഈ 10 ആൾക്കും ഓരോരുത്തർക്കും 6 വയസ്സ് കുറവാവില്ലേ? മീൻസ് ഇപ്പോൾ ഒരു 10 വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കിൽ അന്ന് അയാൾക്ക് എത്രയായിരിക്കും വയസ്സ്? 4 വയസ്സായിരിക്കും. ഇപ്പോൾ 16 വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കിൽ അന്ന് അയാൾക്ക് 10 ആയിരിക്കും വയസ്സ്. മീൻസ് ശരാശരി കാണേണ്ട എല്ലാവർക്കും 6 വയസ്സ് വീതം കുറവായിരിക്കും ആ 6 വർഷം മുന്നേ. സോ ശരാശരിയിലും 6 കുറവായിരിക്കും വരിക. സോ നമ്മുടെ ആൻസർ 24 വരിക. മനസ്സിലായോ? ഇപ്പോൾ ശരാശരി 30 ആണ്. 6 വർഷം മുന്നേ എത്രയായിരുന്നു? 30 6 കുറയ്ക്കുക 24. അതായത് ശരാശരി കാണേണ്ട എല്ലാ നമ്പറിലും ഒരേപോലെ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ശരാശരിയിലും അതേ മാറ്റം വരും. ഇപ്പോൾ നമ്മൾ ശരിക്കും സ്റ്റെപ്പൊക്കെ എഴുതി കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ 10 ആൾക്കാരുടെയും കൂടെ ശരാശരി കാണും. പിന്നെ 6 വർഷം മുന്നേ പറയുമ്പോൾ ഓരോരുത്തരുടെ വയസ്സിലും ആ 10 ആളുകളിൽ ഓരോരുത്തരുടെ വയസ്സിലും 6 വെച്ച് കുറയ്ക്കും അല്ലേ? ശരാശരി കാണേണ്ട ഓരോന്നിലും 6 കുറഞ്ഞു. സോ ശരാശരിയിലും 6 കുറയും. നമ്മുടെ പോയിൻ്റ് എന്താണ്? ശരാശരി കാണേണ്ട എല്ലാ നമ്പറിലും ഒരേപോലെ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ശരാശരിയിലും അതേ മാറ്റം വരും.
ഇതേപോലെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ രണ്ടുപേരുടെ ഒരുപാട് എക്സാമിൽ ഇപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു കേസ് വെച്ചിട്ട് ഇപ്പോൾ അവരുടെ ബ്രൈഡും ഭർത്താവിൻ്റെ 5ാമത്തെ വിവാഹ വാർഷിക ദിനത്തിൽ അവരുടെ ശരാശരി വയസ്സ് 40ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിവാഹ സമയത്ത് അവരുടെ ശരാശരി വയസ്സ് എത്ര, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ. മീൻസ് 5ാമത്തെ വിവാഹ വാർഷികത്തിൽ 40 രണ്ടുപേരുടെയും കൂടെ ശരാശരി വയസ്സ്. വിവാഹ സമയം എന്ന് പറയുമ്പോൾ 5 വർഷം ബാക്കിലല്ലേ, 5 വർഷം ബാക്കിൽ രണ്ടുപേർക്കും 5 വയസ്സ് വീതം കുറവായിരിക്കും. സോ ശരാശരിയിലും 5 കുറവായിരിക്കും, 35. അപ്പോൾ ശരാശരി നേരെ തിരിച്ചും ചോദിക്കാം കേട്ടോ. ഇപ്പോൾ വിവാഹ സമയത്ത് രണ്ടുപേരുടെയും കൂടെ വയസ്സിൻ്റെ ശരാശരി 20ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10ാം വിവാഹ വാർഷിക സമയത്ത് രണ്ടുപേരുടെയും കൂടെ വയസ്സിൻ്റെ ശരാശരി എത്രയായിരിക്കും ചോദിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൂട്ടുക. 10ാം വിവാഹ വാർഷികം പറയുമ്പോൾ രണ്ടുപേർക്കും 10 വയസ്സ് വെച്ച് കൂടും. ഓക്കെ, സോ ഇപ്പോൾ 20 ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ വയസ്സിൻ്റെ ശരാശരി എത്രയായിരിക്കും? 20ൻ്റെ കൂടെ 10 കൂടും, 30 ആയിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ കൂട്ടലും കുറയ്ക്കലും മാത്രമല്ല, ഇപ്പോൾ ചിലപ്പോൾ ഒരു സംഖ്യാശ്രേണിയൊക്കെ തരാം. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 4, x, 3, 9 ഈ 4 നമ്പേഴ്സിൻ്റെ ശരാശരി 18ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8, 2x, 6, 18 ഈ നമ്പേഴ്സിൻ്റെ ശരാശരി കാണാൻ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ ഈ ഒരു 18ൻ്റെ കൂടെ 2 കൂടെ ഗുണിച്ചാൽ മതി. കാരണം എന്താണ് നോക്കിക്കേ, ഈ 4ൻ്റെ കൂടെ 2 ഗുണിച്ചപ്പോഴാണ് 8 കിട്ടിയത്. എക്സിൻ്റെ കൂടെ 2 ഗുണിച്ചപ്പോഴാണ് 2x കിട്ടിയത്. 3ൻ്റെ കൂടെ 2 ഗുണിച്ചപ്പോൾ 6 കിട്ടി. 9ൻ്റെ കൂടെ 2 ഗുണിച്ചപ്പോൾ 18 കിട്ടി. സോ ശരാശരിയിലും എന്തുണ്ടാവും? 2 ഗുണിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ശരാശരി കാണേണ്ട എല്ലാ നമ്പറിലും ഒരേപോലെ എന്തെങ്കിലും മാറ്റം വന്നാൽ ശരാശരിയിലും ആ മാറ്റം വരുത്തിയാൽ മതി. ഈ ഗുണിക്കുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് എത്രയായിരുന്നു ശരാശരി? 18 ആയിരുന്നു അല്ലേ? സോ എല്ലാ നമ്പറിനും 2 കൊണ്ട് ഗുണിച്ച് പറയുമ്പോൾ ശരാശരി 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്താവും? ഈ നമ്പേഴ്സിൻ്റെ ശരാശരി കിട്ടും. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് തുക കാണാനുള്ള ക്വസ്റ്റ്യൻ അല്ലേ. തുക കാണാൻ ശരാശരി തന്നിട്ടുണ്ട്, കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും കൂടെ സയൻസിൽ ലഭിച്ച ശരാശരി മാർക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ തുക കാണാനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ ആൻസർ 3600 വരിക കേട്ടോ. ഓപ്ഷൻ എ ആണ് വരിക. ഞാൻ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളത് കണ്ടു നോക്കുക. ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണാണ്. സോ തുക ഈക്വൽ ടു ശരാശരി ഇൻറ്റു എണ്ണം വരും. അപ്പോൾ അത് വെച്ചിട്ട് ആൻസർ കാണുക കേട്ടോ. 40 × 90. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ തുക ആയത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ശരാശരിയുടെ ലോജിക്ക് വെച്ച് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ശരാശരിയുടെ ലോജിക്ക് വെച്ചിട്ട് ഞാനിവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനെയും 8 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനെയും 8 വെച്ചിട്ട് ഹരിച്ച് നോക്കുക. ഏത് ഓപ്ഷൻ ഹരിക്കുമ്പോഴാണോ ശിഷ്ടം 4 കിട്ടുന്നത് അതാണ് ആൻസർ. എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ മുന്നേ ഞാൻ ആ ട്രിക്ക് ഒന്ന് പറയാം കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ തുക ആയത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷനെയും 8 വെച്ച് ഹരിക്കുക. ശിഷ്ടം 4 കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ. ശിഷ്ടം 4 ഹരണഫലം അല്ല കേട്ടോ, ശിഷ്ടം 4 കിട്ടുന്ന ഓപ്ഷൻ ഏതാണോ അതാണ് നമ്മുടെ ആൻസർ. ഇനി ഇവിടെ 8 അല്ലാന്നുണ്ടെങ്കിലോ താഴെ കൊടുത്തിരിക്കുന്ന തുടർച്ചയായ 6 എണ്ണൽ സംഖ്യകളുടെ തുക ആയത് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ സംഖ്യനെയും 6 വെച്ച് ഹരിക്കുക. ശിഷ്ടം 3 കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ. എത്ര എണ്ണൽ സംഖ്യകളാണോ അതിൻ്റെ പകുതി ശിഷ്ടം വരണം, അതാണ് നമ്മുടെ ആൻസർ വരിക. അതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ മുന്നേ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഓരോന്നിനെയും 8 വെച്ചിട്ട് അവിടെ ഹരിക്കണ്ടേ. 176നെ 8 വെച്ച് ഹരിച്ച 17 8 ഒരു പ്രാവശ്യം, 1 8 2 16 വരും. പിന്നെ ശിഷ്ടം 17 16 ഹരിച്ചാൽ 1, പിന്നെ 6 ഇറക്കിയിട്ടു 16 8 2 പ്രാവശ്യം. ഓക്കെ, ഇവിടെ 2 ആണ്. എനിവേ നമ്മൾ ശിഷ്ടം നോക്കണേ, അതുകൊണ്ടാണ് ഹരണഫലത്തേക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. സോ 16 8 2 പ്രാവശ്യം 8 8 16 ശിഷ്ടം 0. ഓക്കെ, ശിഷ്ടം 0 ആണ് വരിക. നമ്മളിവിടെ ഹരണഫലം ശ്രദ്ധിക്കേണ്ട, ശിഷ്ടം മാത്രം നോക്കിയാൽ മതി. സോ
ഇവിടെ എന്താണ് ശിഷ്ടം 0 വരുന്നത്. സോ അതല്ല നമ്മുടെ ആൻസർ. ഇനി അടുത്ത ഓപ്ഷൻ ഹരിക്കുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 162. ഇതിനെ 8 വെച്ചിട്ട് ഹരിക്കാം. 16 8 2 പ്രാവശ്യം, 8 16, 2 ഇറക്കിയിട്ടു. സോ ശിഷ്ടം 2 വന്നത്. അപ്പോൾ അതെല്ലാം വേണ്ടത്. നമുക്ക് എന്താ വേണ്ടേ? 8ൻ്റെ പകുതിയായിട്ടുള്ള 4 ശിഷ്ടം കിട്ടണം കേട്ടോ. ഇനി 92 നമുക്ക് 8 വെച്ച് ഹരിച്ച് നോക്കാം. 9 8 ഒരു പ്രാവശ്യം, 1 8 8, പിന്നെ 9 8 1 12, 12 8 ഒരു പ്രാവശ്യം, 1 8 8, 12 8 കുറച്ച് 4. സോ ശിഷ്ടം 4 വന്നു. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 92 നമ്മുടെ ആൻസർ. അപ്പോൾ എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകൾ തുക ആയത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷനും 8 കൊണ്ട് ഹരിക്കുക. 8ൻ്റെ പകുതിയായിട്ടുള്ള 4 എപ്പോഴാണോ ശിഷ്ടം കിട്ടുന്നത് അതാണ് നമ്മുടെ ആൻസർ. ഇനി ഇപ്പോൾ തുടർച്ചയായ 6 എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഓരോ ഓപ്ഷനെയും 6 കൊണ്ട് ഹരിക്കുക. 6ൻ്റെ പകുതിയായിട്ടുള്ള 3 എപ്പോഴാണോ ശിഷ്ടം കിട്ടുന്നത് അതാണ് നമ്മുടെ ആൻസർ വരിക. പോയിന്റ് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്തുകൊണ്ട് അങ്ങനെ ആയ ആൻസർ വന്നു, ശരാശരി എന്ന ടോപ്പിക്കുമായിട്ട് അത് എങ്ങനെയാണ് റിലേറ്റ് ആവുന്നത് നമുക്ക് നോക്കാം. ഇത് എക്സാമിന് പഠിക്കുക എന്നുള്ളത് വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ജസ്റ്റ് ലോജിക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഞാൻ ഒന്ന് പറയാം, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ, മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ ഒരു സംഭവം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എങ്ങനെ ആൻസർ കണ്ടെത്താനുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ലോജിക്കൊന്ന് അല്ലെങ്കിൽ അതിന് ബാക്കിൽ നമ്മൾ ശരാശരിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു സംഭവം മറക്കരുത് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ കണ്ടെത്തുന്നത് മറക്കരുത്. സപ്പോസ് തുടർച്ചയായ 8 എണ്ണൽ സംഖ്യ പറയുമ്പോൾ ABCDEFGH 8 എണ്ണൽ സംഖ്യകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ശരാശരി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ച കാര്യം നോക്കുമ്പോൾ ഇതിൻ്റെ ശരാശരി എങ്ങനെ കാണാം? സെൻറ്ററിലുള്ള സംഖ്യ കാണും, ഏറ്റവും നടുക്കത്തെ സംഖ്യ. ബിക്കോസ് ഇതെന്താണ് തുടർച്ചയായ സംഖ്യകളാണ് അല്ലേ. സോ ശരാശരി എന്ന് പറയുമ്പോൾ ഏറ്റവും നടുക്കത്തെ സംഖ്യ, ഏറ്റവും സെൻറ്ററിലുള്ള സംഖ്യ. സോ 4 സംഖ്യകൾ ഇവിടെയുണ്ട്, 4 സംഖ്യകൾ ഇവിടെയുണ്ട്. സോ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. സോ അതെന്ത് വരും? D.5 എന്നാണ് വരിക അല്ലേ. ഇവിടെ DE ഫോർ എക്സാമ്പിൾ 3ൻ്റെയും 4ൻ്റെയും സെൻറ്റർ എന്താണ്? 3.5 ആണ് അല്ലേ. 2ൻ്റെയും 3ൻ്റെയും സെൻറ്റർ എന്താണ്? 2.5 ആണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എന്താണ്? D.5 അല്ലെങ്കിൽ ഒരു സംഖ്യ 0.5 എന്ന് എനിക്ക് ആൻസർ കിട്ടണം അല്ലേ. അതായത് ശരാശരി D.5 അല്ലെങ്കിൽ ഒരു സംഖ്യ 0.5 ആയിരിക്കും ആൻസർ. കാരണം മൊത്തം 8 സംഖ്യകളാണ്, 8 തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. സോ എനിക്ക് സിമ്മട്രിക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നടുവിൽ ഗ്യാപ്പായിരിക്കും, ഒന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ 7 സംഖ്യകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് 3 സംഖ്യയും ഇപ്പുറത്ത് 3 സംഖ്യയും നടുവിലൊരു സംഖ്യ ഉണ്ടായിരിക്കും. പക്ഷേ 8 സംഖ്യകൾ 6 സംഖ്യകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സെൻറ്ററിൽ സംഖ്യ എടുക്കാൻ പറ്റില്ല. സോ ഒരു 0.5 ഉള്ള ആൻസറാണ് വരിക. തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 0.5 ഉള്ളൊരു ആൻസറാണ് വരിക. ഇവിടെ ഞാൻ D.5 എന്ന് എടുത്തു, കാരണം ABCD അങ്ങനെ എഴുതിയപ്പോൾ ഞാൻ D.5 എന്ന് എടുത്തു. ഇനി നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ശരാശരിയുടെ ആൻസർ കിട്ടും? തുക ബൈ എണ്ണം അല്ലേ. ഇക്വേഷൻ എന്താണ്? തുകേനെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഈ A മുതൽ G വരെയുള്ള നമ്പേഴ്സിൻ്റെ തുക, അതിന് എണ്ണം 8 കൊണ്ട് ഹരിക്കുക. ഇതിങ്ങനെ ഹരിച്ച് പോകുമ്പോൾ എനിക്ക് ഇവിടെ D ഒക്കെ കിട്ടി. പിന്നെ ഇങ്ങനെ ഹരിച്ച് വരുമ്പോൾ എന്ത് കിട്ടണം? ഇവിടെ എനിക്ക് 0.5 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ 0.5 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ശിഷ്ടം ഒരു 4 വരണം. ശിഷ്ടം 4 വന്നാലാണ് എനിക്കൊരു പോയിൻ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 ഇറക്കിയിട്ടിട്ട് 48 5 പ്രാവശ്യം എന്നെഴുതി D.5 എന്ന് കിട്ടുള്ളൂ. ഒരു നമ്പർ 0.5 എന്ന് കിട്ടുള്ളൂ. ഓക്കെ, അതാണ്. അപ്പോൾ ശരാശരിയായിട്ട് വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു 0.5 ആൻസറായിട്ട് വരണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ശിഷ്ടം 4 വരണം. ചിലവർക്ക് കത്തിയിട്ടുണ്ടാവും, ചിലർക്ക് ഈ ഒരു പോയിൻ്റ് കത്തിയിട്ടുണ്ടാവില്ല. നോ പ്രോബ്ലം, അത് ലീവ് ചെയ്തോളൂ. ഇതിന് ബാക്കിലുള്ള ശരാശരിയായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ലോജിക്ക് എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. മനസ്സിലായെങ്കിൽ നല്ലത്, മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ തുക ആവാൻ ചാൻസ് ഉള്ള സംഖ്യ എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? 8ൻ്റെ പകുതിയായിട്ടുള്ള 4 ശിഷ്ടമായിട്ട് വരുന്ന ഓപ്ഷൻ എടുത്ത് എഴുതുക.
ഇനി താഴെ കൊടുത്തിരിക്കുന്ന 6 എണ്ണസംഖ്യകളുടെ തുകയാവാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഓരോ ഓപ്ഷനും 6 വെച്ച് ഹരിച്ച് നോക്കുക. 6ൻ്റെ പകുതിയായിട്ടുള്ള 3 ശിഷ്ടം വരുന്ന ഓപ്ഷൻ എടുത്ത് എഴുതുക. ഇനി വേറെ സംഖ്യ എടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന എണ്ണസംഖ്യകളുടെ തുടർച്ചയായ വേറൊരു സംഖ്യ 4 എണ്ണസംഖ്യകളുടെ തുകയാവാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓരോന്നിനെ 4 വെച്ച് ഹരിക്കുക. 4ൻ്റെ പകുതിയായിട്ടുള്ള 2 ശിഷ്ടം വരുന്ന ഓപ്ഷൻ ആൻസർ ആയിട്ട് എഴുതുക. ഇനി നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും കൂടി ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒറ്റ സംഖ്യയുടെ ശരാശരി കാണാൻ പഠിച്ചു. പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൻ്റെ ആൻസർ 100 എന്ന് തോന്നിയേക്കാം അല്ലേ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ 100 ചിലപ്പോൾ തോന്നിയേക്കാം, പക്ഷെ 100 അല്ല കേട്ടോ. എന്താണ്? ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളും 1 മുതൽ 100 വരെ ഒറ്റ സംഖ്യയുടെ വ്യത്യാസമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അല്ല, 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. 1 മുതൽ 100 വരെ പറയുമ്പോൾ തുടങ്ങുന്ന ഒന്ന് തന്നെ ആയിരിക്കും. 1, 3, 5 അങ്ങനെ തുടങ്ങും. അങ്ങനെ പോയി 99 വരെ ഉണ്ടായിരിക്കും. ഇവിടെ 1 മുതൽ 100 വരെ എന്നാണ് പറഞ്ഞിരിക്കണേ, പക്ഷെ ഒറ്റ സംഖ്യകളാണ് അല്ലേ? സോ 1 സ്റ്റാർട്ട് ചെയ്തിട്ട് 99 വരെയാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ അതിൻ്റെ ശരാശരി കാണും. ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സ് അറിയാം. ഒറ്റ സംഖ്യകളാണ്, തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളാണ്. സോ ശരാശരി എങ്ങനെ കാണുക? ആദ്യത്തെയും അവസാന നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 99 + 1 100 വരും. 100/2 ചെയ്യുക. 100/2 50 ആൻസർ കിട്ടും. ഓക്കെ, തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യയിൽ ഇരട്ട സംഖ്യയിൽ എണ്ണുള്ള സംഖ്യകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യയുടെ ഗുണിതങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യ ആഡ് ചെയ്ത് വരുന്ന ശ്രേണി, ഇതിൻ്റെയൊക്കെ ശരാശരി കാണാനുള്ള ഒരു ട്രിക്കാണിത്. ചിലപ്പോൾ ആ ശ്രേണി അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ലിസ്റ്റ് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിലെ സംഖ്യ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെയും അവസാനത്തെയും നമ്പർ അറിയുന്നുണ്ടെങ്കിൽ 2 കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ സെൻട്രൽ സംഖ്യയുടെ സിമെട്രിക് ആയിട്ട് വരുന്ന പൊസിഷൻ്റെ ഏതെങ്കിലും കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ 99ൻ്റെ മുന്നേ ഏതാ വരിക? 97 ആയിരിക്കും വരിക അല്ലേ? സോ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ടാമത്തെ സംഖ്യ, ആദ്യത്തുനിന്ന് ഇങ്ങോട്ട് രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 3 ആണ്. അവസാനത്തുനിന്ന് ഇങ്ങോട്ട് രണ്ടാമത്തെ സംഖ്യ ഏതാണ്? അവസാനത്തുനിന്ന് ഇങ്ങോട്ട് സെക്കൻഡ് പൊസിഷനിലുള്ള സംഖ്യ ഏതാണ്? 97 ആണ്. സോ 97 3 കൂടെ കൂടി 2 കൊണ്ട് ഹരിച്ചാലും മതി. 97 3 100. 100/2 50. എങ്ങനെയാണ് സെയിം ആൻസർ കിട്ടുക? ഫസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങോട്ട് സെക്കൻഡുള്ള സംഖ്യ, അവസാനം നിങ്ങോട്ട് സെക്കൻഡുള്ള സംഖ്യയും കൂടെ കൂടി 2 കൊണ്ട് ഹരിക്കുക. അപ്പോഴും 100 കിട്ടുക. ഓക്കെ, ഇവിടെ വേറൊരു പ്രത്യേകത കൂടെ നിങ്ങൾ കണ്ടോ ഇങ്ങനത്തെ നമ്പേഴ്സിൻ്റെയൊക്കെ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായ ഒറ്റ സംഖ്യ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ, ഒരു നമ്പർ ആഡ് ചെയ്ത് വരുന്ന ശ്രേണി, അതിപ്പോൾ നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ എഴുതിയ 1, 3, 5 അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഇപ്പോൾ എന്ത് വരും? 95, 97, 99 ഇങ്ങനെയാണ് വരിക. ഇവിടെ ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സ് ആഡ് ചെയ്യുക. 1 99 എത്രയാണ്? 100. പിന്നെ സെക്കൻഡ് നമ്പറും അവസാനത്തിന് ഇങ്ങോട്ടുള്ള സെക്കൻഡ് നമ്പറും ആഡ് ചെയ്യുക. 3 97 എത്രയാണ്? 100. അതേപോലെ 5ഉം 95ഉം ആഡ് ചെയ്യുക. അത് എത്രയാണ്? 100 അല്ലേ? അപ്പോൾ അതിനെയൊക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്താണ്? ശരാശരിയാണ് കിട്ടുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും അതേപോലെ ഒക്കെ സെയിം ആണ്. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അതുകൊണ്ട് ശരാശരി കാണാൻ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും അറിയുന്നുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുക. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഇവിടെ എക്സ് ഒക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത പൊസിഷനിൽ വരുന്ന, അടുത്ത സ്ഥാനത്ത് വരുന്ന സിമെട്രിക് ആയിട്ട് അപ്പുറത്തും വരുന്ന നമ്പേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തുടർച്ചയായ 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി 39 ആണെങ്കിൽ അവയിലെ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ ഒന്നും വേണ്ടത് ചെയ്യാൻ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. തുടർച്ചയായ 15 ഒറ്റ സംഖ്യ അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? ഇവിടെ 1 2 3 4, ഞാൻ 15 എണ്ണം വരയ്ക്കുന്നുണ്ട്. 1 2 3. ഓക്കെ, ഞാൻ 15 എണ്ണം വരച്ചിട്ടുണ്ട്.
തുടർച്ചയായ 15 ഒറ്റസംഖ്യകളുണ്ട്. ഞാൻ 15 പ്ലേസ് അവിടെ വിട്ടു വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കണേ? ഇവയുടെ ശരാശരി 39 എന്നാണ് പറഞ്ഞിരിക്കണേ. തുടർച്ചയായ ഒറ്റസംഖ്യകളാണ്. ആദ്യത്തേതൊന്നും പറയണില്ല, തുടർച്ചയായ എന്നേ പറയുന്നുള്ളൂ. തുടർച്ചയായ ഒറ്റസംഖ്യകളാണ്. അവയുടെ ശരാശരി 39 അപ്പോൾ എന്താണ്? ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിലെ സംഖ്യയല്ലേ 39? നമ്മൾ തുടർച്ചയായ കുറച്ച് 15 സംഖ്യ തന്നു. 15 സംഖ്യ നിരത്തി എഴുതി. അതിൻ്റെ ശരാശരി കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ സെൻറ്ററിലെ സംഖ്യ എടുത്ത് എഴുതും അല്ലേ? സോ ഇവിടെ സംഖ്യ തന്നിട്ടില്ല, പകരം എന്ത് തന്നിട്ടുണ്ട്? ശരാശരി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ 15 നമ്പേഴ്സ് നിരത്തി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന സംഖ്യയാണ് 39. സോ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 15ൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 39 ഇവിടെ വരും. ഓക്കെ, അപ്പുറത്തേക്ക് 7 സംഖ്യ, ഇപ്പുറത്തേക്ക് 7 സംഖ്യ, ഇപ്പോൾ നടുവിലൊരു സംഖ്യ, ടോട്ടൽ 15. കിട്ടി? ഞാൻ പറഞ്ഞാൽ കിട്ടിയോ? ഫോർ എക്സാമ്പിൾ 15 നമ്പേഴ്സ് നിങ്ങൾക്ക് നിരത്തി എഴുതി തന്നു. അതിന് ശരാശരി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ നേരെ സെൻറ്ററിലെ സംഖ്യ എടുത്ത് എഴുതും അല്ലേ? പക്ഷേ ഇവിടെ നേരെ തിരിച്ച് ക്വസ്റ്റ്യൻ തന്നേ ഉള്ളൂ. എന്താണ്? ശരാശരി തന്നു, ശരാശരി 39 തന്നു. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ആ സെൻറ്ററിലെ സംഖ്യയാണ് 39. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതിലെ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കുക. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്കുള്ള ഈ പ്ലേസ് കൊണ്ട് പൂരിപ്പിച്ചാൽ മതി. ഓക്കെ, ഇതെന്താണ്? ഒറ്റ സംഖ്യകളാണ് അല്ലേ? സോ ഇങ്ങോട്ട് 39 കഴിഞ്ഞാൽ 41, 43, 45, 47, 49, 51, 53. സോ നമ്മുടെ ആൻസർ എന്താ വരിക? 53 വരിക. ഓക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഒറ്റ സംഭവം വെച്ചിരുന്നത് അതാണ് സെൻട്രൽ സംഖ്യ എന്നുള്ളൊരു സംഭവം വെച്ച് നമുക്ക് പല ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാന്നുള്ളത്. സപ്പോസ് നമുക്ക് ആ ഒരു ലോജിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വേഷനൊക്കെ എഴുതുക, തുക ബൈ എന്നുള്ള ഇക്വേഷനൊക്കെ എഴുതി തുക കണ്ടുപിടിച്ച് പിന്നെ ആ n സ്ക്വയറിൻ്റെ ഇക്വേഷനൊക്കെ എഴുതി അങ്ങനെ പോകേണ്ടി വരും. പക്ഷേ ഈ സെൻട്രൽ സംഖ്യ എന്നുള്ളൊരു കൺസെപ്റ്റ് അറിയുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ഡാഷൊക്കെ ഇട്ട് കൊടുത്ത് പൂരിപ്പിച്ചിട്ട് അങ്ങോട്ട് ആൻസർ കാണാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരാശരി എന്ന ടോപ്പിക് എന്നുള്ള ക്ലാസ്. ഞാൻ ചെയ്ത് നോക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആദ്യം ക്ലാസ് കാണുക, പിന്നെ ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് മാറ്റി എഴുതി വെച്ചിട്ട് നിങ്ങൾ തനിയെ അതിനാണ് ആൻസർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ സെലയുടെ ആപ്പിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനൊക്കെ ഉള്ള അവസരമുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.